നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ പ്രധാന അറിയിപ്പ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തീയതി സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണവും 2026 ഓഗസ്റ്റ് മാസത്തെ വിതരണ ഡേറ്റ് വന്നിരിക്കുന്നു. നാളെ, അതായത് ഓഗസ്റ്റ് മാസം 19-ാം തീയതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗഡു പെൻഷനാണ് ഓഗസ്റ്റ് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള 2000 രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 1105 കോടിയോളം രൂപ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകുപ്പ് ഇപ്പോൾ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 ഗഡു പെൻഷൻ എന്നൊക്കെ ചിലർ വീഡിയോ വഴി അറിയിച്ചിരുന്നു. നിലവിൽ അതിനെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ നൽകിയിരുന്നു. ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. സാധാരണഗതിയിൽ മുൻ സർക്കാർ അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി തന്നെ അത് അറിയിക്കുമെന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയിപ്പ് വന്നു. വിതരണം നാളെ 19-ാം തീയതി മുതൽ ആരംഭിക്കുന്നത് 1 ഗഡു പെൻഷനായിരിക്കും. ഓണക്കാലത്ത് പ്രത്യേകമായിട്ട്, അതായത് 3-ാം ആഴ്ചയിലാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. അടുത്തയാഴ്ച ഓണത്തിൻ്റെ ആ ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ പെൻഷൻ വിതരണം നേരത്തെയാക്കിയിരിക്കുന്നു. ഇനി ഈ പെൻഷൻ വിതരണം മാത്രമല്ല നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുക 200-ഉം 300-ഉം 500-ഉം ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടാകും. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നവർ, അവർക്കും 2000 രൂപ തന്നെയാണ് ലഭിക്കുക. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് പ്രത്യേകമായിട്ട് ലഭിക്കും. അപ്പോൾ ആ തുക കൂടി സംസ്ഥാന സർക്കാർ 25 ലക്ഷം രൂപയ്ക്കടുത്ത് ഇപ്പോൾ സാങ്ഷൻ ചെയ്ത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതും ഇതേ രീതിയിൽ തന്നെ വിതരണം നടക്കുന്നതാണ്. അതായത് ഈ ആഴ്ച തന്നെ ആ തുക കൂടി ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഇനി ഒരുപാട് പേരുടെ സംശയമാണ്, ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ വഴി ചെയ്തിരുന്നു. അതായത് പെൻഷൻ തുക ഇനി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ന ഒരു സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നടപ്പിലാക്കില്ല. അതിന് കുറച്ചുകൂടി താമസമെടുക്കും. എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സാവകാശം സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഓണക്കാലത്ത് സഹകരണ ബാങ്കുകൾ വഴിയൊക്കെ കൈകളിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതേ രീതിയിൽ സുരക്ഷിതമായിട്ട് തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ മസ്റ്ററിങ് നടക്കുന്നുണ്ട്. മസ്റ്ററിങ് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയുണ്ട്. മസ്റ്ററിങ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ നമ്മളുടെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ ഹോം മസ്റ്ററിങ് എന്ന് പറയുന്ന സംവിധാനത്തിന് സെപ്റ്റംബർ മാസം തുടക്കം കുറിക്കും. ചില മേഖലകളിൽ ഇപ്പോൾ തന്നെ അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കിടപ്പുരോഗികളായവർ, തീരെ അവശതയുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് വീടുകളിലെത്തി ഈ ഹോം മസ്റ്ററിങ് നടത്തപ്പെടുന്നത്. 50 രൂപയോളമായിരിക്കും അതിന് ഫീസ് നൽകേണ്ടി വരിക. എന്നാൽ സാധാരണഗതിയിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് 30 രൂപയോളമാണ് ഫീസ് ഉള്ളത് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. 2025 ഡിസംബർ മാസം 31 വരെ പെൻഷൻ അപ്രൂവായി അത് വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഈ വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ളത്. പെൻഷനുമായി ബന്ധപ്പെട്ട നിലവിലുള്ള വിവരങ്ങളാണിവ. 2 ഗഡു പെൻഷൻ നിലവിൽ വിതരണമില്ല. അതാത് മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ നൽകി വരുന്നത്. ഇനി നമുക്ക് പെൻഷൻ ലഭിക്കുക സെപ്റ്റംബർ മാസത്തിലായിരിക്കും. ഒരു മാസത്തെ കൂടി അഡ്വാൻസ് ആയിട്ട് നൽകി കഴിഞ്ഞാൽ അടുത്ത മാസം പെൻഷൻ ഇല്ലാത്തൊരു സ്ഥിതി വരും. ആ ഒരു രീതി ഈ സർക്കാർ തുടരുന്നില്ല. സാധാരണഗതിയിൽ ലഭിക്കേണ്ട പെൻഷൻ വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മീഡിയ കമ്പാനിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.